വഖഫ് ഭേദഗതി നിയമമായി വന്നിരിക്കുന്നു. ആ നിയമം വിജ്ഞാപനം പുറത്തിറക്കുന്നു. ഈ നിയമത്തെ സംബന്ധിച്ചുള്ള ആ വിജ്ഞാപനം ഏത് രീതിയിലാണ് ഇനി അതിൻ്റെ നിയമവശങ്ങൾ, നിയമ നയങ്ങളും ചട്ടരൂപീകരണങ്ങളും ഒക്കെ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അബ്ദുൾ റഷീദാണ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ദില്ലിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഈ നിയമം അത് വിജ്ഞാപനം ചെയ്യുമ്പോഴുള്ള സാഹചര്യം പ്രധാനമായും നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതാണ്. റഷീദ്, സുപ്രീം കോടതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ ഹർജികൾ, തടസ്സ ഹർജികളൊക്കെ നിലനിൽക്കുന്നു. ഈ ഹർജികളിലൊന്നും ഒരു തീരുമാനമാക്കുന്നതിന് മുൻപാണ് വളരെ തിടുക്കപ്പെട്ട ഈ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് പ്രധാന വസ്തുതയായി തന്നെ കാണണം. തീർച്ചയായും വിനീഷ, സുപ്രീം കോടതി ഈ നിയമത്തിന് മേൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നീക്കം എടുക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ഹർജികളൊക്കെ തന്നെയും, നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളൊക്കെ തന്നെയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവേ തിടുക്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും അതോടൊപ്പം നിയമ പോരാട്ടങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട സംഘടനകളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ 16 ഹർജികളാണ് ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. 16-ാം തീയതി, അതായത് അടുത്തയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ പരിഗണിക്കാം എന്നൊരു സൂചനയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും നേരത്തെയും ഇത്തരത്തിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്നു. ഇരു സഭകളിലും അത് നമ്മൾ കണ്ടതുമാണ്. എന്തായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഈ കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള BJP സർക്കാരുകളൊക്കെ തന്നെയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു, ബംഗാളിൽ പ്രതിഷേധമുണ്ടാകുന്നു, ഉത്തർപ്രദേശിൽ പ്രതിഷേധമുണ്ടാകുന്നു. ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും അടിച്ചമർത്തുന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം മറ്റു BJP സംസ്ഥാന സർക്കാരുകളും എന്ന് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഈ പ്രതിഷേധത്തിനിടെ വലിയ സംഘർഷമുണ്ടാകുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു. ഈ ഏറ്റുമുട്ടലിനിടെ വാഹനങ്ങൾ കത്തിനശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാരുകൾ കടക്കുന്നു. ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുക എന്നുള്ള ഗൂഢലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും BJP സർക്കാരുകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും വഖഫുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി നിലവിൽ വഖഫ് ബോർഡിൻ്റെയും അതോടൊപ്പം വഖഫിൻ്റെ സ്വത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഈ വഖഫ് അധികാരങ്ങളിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങൾ വരും എന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ തന്നെ നമ്മളത് സൂചിപ്പിച്ചതുമാണ്. ഈ വഖഫ് നേരത്തെ വാക്കാൽ വഖഫായി നൽകാമായിരുന്നു എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. അതേസമയം ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി കൃത്യമായ രേഖകളില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വഖഫായി സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. അതോടൊപ്പം ഈ വഖഫ് നൽകുന്ന ആളുകൾ ആരാണോ വഖഫ് നൽകുന്നത് അവർ 5 വർഷമെങ്കിലും മതവിശ്വാസി ആയിരിക്കണമെന്ന ഒരു ഭേദഗതി കൂടി ഈ നിയമത്തിൽ വരുന്നുണ്ട്. ഇതും വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. അതോടൊപ്പം വളരെ വലിയൊരു ആശങ്ക തന്നെയാണ് റഷീദ്. കാരണം ആരാണ് ഒരു മതവിശ്വാസത്തെ സർട്ടിഫൈ ചെയ്യാൻ അധികാരമുള്ളത്? എൻ്റെ മതവിശ്വാസത്തെ സർട്ടിഫൈ ചെയ്യാൻ റഷീദിന് എന്താണ് അധികാരമെന്ന് ഞാൻ ചോദിച്ചാൽ ഒരു അധികാരവുമില്ല. അതുപോലെ തന്നെയാണ് രാജ്യത്ത് ഓരോ വിശ്വാസികളുടെ ഏത് തരത്തിലുള്ള വിശ്വാസവുമാകട്ടെ, മതവിശ്വാസമാകട്ടെ, രാഷ്ട്രീയ ബോധ്യമാകട്ടെ, അന്ധവിശ്വാസമാകട്ടെ, ഏത് തരത്തിലുള്ള വിശ്വാസവുമാകട്ടെ, ആ ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ സർട്ടിഫൈ ചെയ്യാൻ ആർക്കാണ് അധികാരം എന്നുള്ളതാണ് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഭേദഗതിയെ പറ്റി വലിയ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ മുസ്ലിം സംഘടനകളൊക്കെ തന്നെയും രംഗത്തെത്തിയിരുന്നു. കാരണം ഈ വഖഫ് നേരത്തെ ഉണ്ടായിരുന്ന പ്രകാരം അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമപ്രകാരം ഇത്തരത്തിൽ വാക്കാൽ തന്നെ നൽകാമായിരുന്നു. അതേസമയം ഇനി വഖഫ് നൽകണമെങ്കിൽ കൃത്യമായ രേഖകൾ വേണം. അതേസമയം തൻ്റെ വിശ്വാസങ്ങൾക്കും അതോടൊപ്പം തൻ്റെ അധികാരങ്ങളും നിർണ്ണയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വലിയ ഒരു ക്രമീകരണം അല്ലെങ്കിൽ നിയന്ത്രണം
ഏറ്റെടുക്കുന്നു, മതവിശ്വാസങ്ങൾക്ക് പേരിൽ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന ചോദ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു നടപടികൾ സ്വീകരിക്കുന്നു എന്ന ചോദ്യം ഏറ്റവും ശ്രദ്ധേയമാണ്. പക്ഷേ ഇതിൽ കൃത്യമായ രേഖകൾ വേണം എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാവുകയോ അല്ലെങ്കിൽ തർക്കമുണ്ടാവുകയോ, ഈ തർക്കമുണ്ടായാൽ ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ഈ രേഖകൾ കൃത്യമായിട്ട് വേണം എന്നുള്ള ഒരു വാദമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ ഭേദഗതികളൊക്കെ തന്നെയും വരുത്തുന്നത് വഖഫ് ബോർഡിനെയും അതോടൊപ്പം മുസ്ലിം സംഘടനകളൊക്കെ തന്നെയും വലിയ ആശങ്കയിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് രാജ്യത്തുള്ളത്. പ്രത്യേകിച്ചും നിലവിൽ വഖഫ് ബോർഡിൻ്റെയും അതോടൊപ്പം മുസ്ലിം സംഘടനകളുടെയൊക്കെ തന്നെയും കയ്യിലുള്ള ഈ വസ്തുക്കളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം നേരത്തെ നിയമപ്രകാരം വെച്ച് വാക്കാൽ നൽകിയിട്ടുള്ള വഖഫ് വസ്തുക്കളാണുള്ളത്. ഇനി ഇതിന്മേൽ ഏതെങ്കിലും തരത്തിലൊരു തർക്കം വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം വരികയാണെങ്കിൽ തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാമെന്ന ഒരു ഭേദഗതി കൂടി ഈ ബില്ലിനകത്തുണ്ട്. ഇതും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആശങ്കാജനകമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ വസ്തുക്കളൊക്കെ തന്നെയും നഷ്ടപ്പെട്ടു പോകും. പിന്നീട് അത് സംസ്ഥാന സർക്കാരുകളിലേക്കും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും അത്തരത്തിൽ അവകാശത്തിൽ ആകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം ഇത്തരത്തിൽ തർക്കം വരുമ്പോൾ നേരത്തെ ഈ വഖഫ് ട്രൈബ്യൂണലും അതോടൊപ്പം വഖഫ് കൗൺസിലുമാരുള്ള മെമ്പർമാരും ഒക്കെ തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. അതോടൊപ്പം ജില്ലാ കളക്ടർ കൂടി ഈ വഖഫുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പരിഹാരം കാണുന്നത് നടപടി സ്വീകരിക്കാമായിരുന്നു. അതേസമയം ഇനി മുതൽ, അതായത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഈ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. തീർച്ചയായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം BJP ഭരണമാണ് ഏറ്റവും കൂടുതലുള്ളത്. തീർച്ചയായും ഈ വഖഫ് സ്വത്തുക്കളൊക്കെ തന്നെയും സംസ്ഥാന സർക്കാരുകൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത. അതിനെതിരെ വലിയ പ്രതിഷേധവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെയും അതോടൊപ്പം മറ്റു സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. എന്തായാലും നിലവിൽ ഈ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ 16-ാം തീയതി പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഇടപെടുക? മതവിശ്വാസങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ വലിയ വിഭജനമുണ്ടാക്കുന്ന നിയമ നടപടികൾ നേരത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും സുപ്രീം കോടതികൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാന കോടതികളും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും സുപ്രീം കോടതി ഇടപെടുക എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതിനു മുമ്പ് തന്നെ, അതായത് സുപ്രീം കോടതി ഹർജികൾ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ തിടുക്കപ്പെട്ടുകൊണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൽ കേന്ദ്ര സർക്കാർ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്താൻ മുസ്ലിം സംഘടനകളും അതോടൊപ്പം മുസ്ലിം വ്യക്തി നിയമ ബോർഡും തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ദില്ലിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ആഹ്വാനം ചെയ്തിട്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കമാകും. അതിൻ്റെ ഭാഗമായി ഇന്ന് മുസ്ലിം വ്യക്തി ബോർഡിൻ്റെ നേതാക്കളൊക്കെ തന്നെയും യോഗം ചേരുന്നുണ്ട്. 10 മണിയോട് കൂടിയാണ് ദില്ലിയിൽ വെച്ച് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഏത് രീതിയിലായിരിക്കും ഇനി നിയമപരമായിട്ടുള്ള പോരാട്ടവും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും നടക്കേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും വ്യക്തത വരുത്തും. അതോടൊപ്പം നിലവിൽ 16 ഹർജികളാണുള്ളത്. ഇതിന് പിന്നാലെ കൂടുതൽ ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ബീഹാറിൽ നിന്നുള്ള അടക്കം ഇത്തരത്തിൽ ഈ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജികൾ എത്തുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം ബീഹാറിലുള്ള NDA ഘടക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ സമയങ്ങളിൽ JDU RJD പോലെയുള്ള ഘടക കക്ഷികൾക്കൊക്കെ തന്നെയും വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ ലഭിക്കുന്ന ഒരു മേഖലകളാണ് ബീഹാറിലെ വിവിധ പ്രദേശങ്ങളിൽ ഉള്ളത്. 17% മുസ്ലിം വോട്ട് ബാങ്കുകളാണ് ബീഹാറിൽ ഇത്തരത്തിൽ ഈ ചെറിയ സംഘടനകൾക്കൊക്കെ തന്നെയും ഉള്ളത്. ഇത്തരത്തിൽ ഈ സംഘടനകളൊക്കെ തന്നെയും ബീഹാർ സംസ്ഥാനം അല്ലെങ്കിൽ ബീഹാർ സർക്കാർ ഈ ബില്ലിനെ അനുകൂലിച്ചതിൻ്റെ വലിയ പ്രതിഷേധം ബീഹാറിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും വലിയ പ്രതിഷേധം നടക്കുന്നു. അതോടൊപ്പം കേരളത്തിലടക്കമുള്ള വിവിധ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും കേസുകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും നിയമപരമായി പോരാടാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും അതോടൊപ്പം മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെയും തീരുമാനം. വിനിഷ.
യെസ്, അബ്ദുൾ റഷീദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വഖഫ് നിയമം വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിൽ വലിയ രീതിയിലുള്ള തടസ്സ ഹർജികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാക്കളൊക്കെ ഫയൽ ചെയ്തിരുന്ന സാഹചര്യത്തിൽ ആ തടസ്സ ഹർജികളിലൊന്നും ഒരു തീർപ്പ് കൽപ്പിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. ഈ ഹർജികളെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഏപ്രിൽ 15-നകം ഈ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന എല്ലാ ഹർജികളും ഒറ്റത്തവണയായി എടുത്ത സുപ്രീം കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്ന മുന്നിൽ കണ്ടാണോ ഇത്തരത്തിൽ ഒരു വലിയ നീക്കം, തിരക്കിട്ട നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്.